നമസ്കാരം. ഇന്ന് കേട്ട ഇന്ന് കണ്ട പ്രധാന സംഭവങ്ങൾ വ്യക്തതയോടെ ആഴത്തിൽ ക്ലിയർ കട്ടായി. എഡിറ്റർ രാജീവ് ദേവരാജ് കൂടി ചേരുന്നു. വിഷയങ്ങളിലേക്ക് ആഴത്തിൽ വരാം. വോട്ട് പിടിക്കാൻ മതവിദ്വേഷ പ്രസംഗം നടത്തിയ രണ്ട് നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശക്തി അനുഭവിച്ചിറങ്ങിയ ദിവസമാണ് ഇന്ന്. രാജ്യത്തിന്റെ ഭരണം ആർക്കെന്ന് നിർണ്ണയിക്കുന്ന ഉത്തർപ്രദേശിൽ നിന്നാണ് ഈ രണ്ട് നേതാക്കളും. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും BSP അധ്യക്ഷ മായാവതിയുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി നേരിട്ടത്. ഇവർ നടത്തിയ പരാമർശങ്ങൾ ഇങ്ങനെ. कांग्रेस को अली पर, सपा बसपा को अली पर विश्वास है, हमें भी बजरंग बली पर विश्वास है. വോട്ട് പിടിക്കാൻ മതവിദ്വേഷ പ്രസംഗം നടത്തിയതിന്റെ പേരിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് നടപടിയെടുക്കുന്നു. ആദ്യം താക്കീത് കൊടുത്തതാണ് യോഗിക്ക്. അതിനുശേഷം ഇന്ന് നടപടി. അതും സുപ്രീം കോടതിയിൽ പൊതുതാൽപര്യ ഹർജി വന്ന് കോടതി കണക്കിന് കമ്മീഷന് കൊടുത്തതിന് ശേഷം. ഇത്രയും പ്രോസസ്സിന് ശേഷം ഈ നടപടി ഉണ്ടാവുന്നതിനെ എങ്ങനെ കാണാം? നടപടി ഉണ്ടായത് നല്ല കാര്യമാണ്. ഇത്തരത്തിൽ മതവിദ്വേഷ പ്രസംഗം നടത്താൻ പാടില്ല എന്നുള്ളത് അത് തെരഞ്ഞെടുപ്പ് കാലത്തെന്നല്ല, ഏത് കാലത്തായാലും ഇത്തരത്തിലുള്ള പ്രസംഗങ്ങൾ നടത്താൻ പാടില്ല. സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പാടില്ല എന്നുള്ളത് രാഷ്ട്രീയക്കാരായാലും ഉദ്യോഗസ്ഥരായാലും പൊതുജനങ്ങളായാലും എല്ലാവരും പാലിക്കേണ്ട കാര്യമാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതിന് കർശനമായ നിയന്ത്രണങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഏർപ്പെടുത്തുമ്പോൾ പോലും എത്രത്തോളം കാര്യക്ഷമമായി ആ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു ചട്ടം പാലിക്കുന്നുണ്ട് എന്നുള്ളത് കമ്മീഷൻ ഉറപ്പുവരുത്തുന്നുണ്ട് എന്നുള്ളതാണ് പ്രശ്നം. ഇവിടെ അങ്ങനെ ഉറപ്പുവരുത്താൻ തയ്യാറായില്ല. അതിനുശേഷം അവർക്ക് നോട്ടീസ് കൊടുത്തു. പക്ഷേ സുപ്രീം കോടതി വരുമ്പോൾ സുപ്രീം കോടതി ചോദിക്കുന്നു, നിങ്ങൾ ഉറങ്ങുകയാണോ, നിങ്ങൾക്ക് എന്തുകൊണ്ട് നടപടി എടുത്തുകൂടാ എന്ന് സുപ്രീം കോടതി ചോദിച്ച് നാളെ മറുപടി പറയണം എന്ന് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് പോയി കമ്മീഷൻ നാളെ മറുപടി കൊടുക്കുന്നതിന് മുൻപ് തന്നെ നടപടി എടുത്തിരിക്കുന്നത്. നടപടി യോഗി ആദിത്യനാഥിന് 3 ദിവസവും മായാവതിക്ക് 2 ദിവസവും പ്രചാരണ രംഗത്തു നിന്ന് മാറി നിൽക്കണം എന്നുള്ള വിലക്കാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇത്ര ശക്തമായ ഒരു നടപടി എടുക്കാൻ കഴിയുമെങ്കിൽ, അതിന് സാധ്യതയുണ്ട് എങ്കിൽ കമ്മീഷൻ എന്തുകൊണ്ട് ഈ നടപടി നേരത്തെ എടുത്തില്ല എന്നുള്ള പ്രശ്നമാണ് ഉയരുന്നത്. ഇത്രയും മതവിദ്വേഷ പ്രസംഗങ്ങൾ നടക്കുമ്പോൾ നിസ്സംഗരായി ഉറങ്ങുകയാണോ എന്ന് കോടതിക്ക് ചോദിക്കേണ്ടി വന്ന അവസ്ഥയും ഇന്നുണ്ടായിട്ടുണ്ട്. അതായത് കോടതി ഇടപെടേണ്ടി വന്നു. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് കമ്മീഷന്റെ അധികാരങ്ങൾ? അത് അവർ പ്രയോഗിക്കുന്നുണ്ടോ? വടിയെടുക്കുക, അടിക്കണമെന്ന് പറയുന്നില്ല, വടിയെടുത്ത് പേടിപ്പിക്കാനെങ്കിലും ഈ കമ്മീഷന് പറ്റുന്നുണ്ട്. അത് ഗോപി, വടി കയ്യിലുണ്ട്, അത് ചിലപ്പോൾ കാണിച്ച് വടി കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നു. പക്ഷേ യഥാർത്ഥത്തിലുള്ള അടി നടത്തേണ്ട സമയത്ത് അത് നടത്തുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അതാണ് സുപ്രീം കോടതി ഇന്ന് കമ്മീഷനോട് ആവശ്യപ്പെട്ടത്. നിങ്ങൾക്ക് എന്തുകൊണ്ട് നടപടി എടുക്കാൻ കഴിയുന്നില്ല, നിങ്ങൾ ഉറങ്ങുകയാണോ എന്ന് സുപ്രീം കോടതിയെ കൊണ്ട് ചോദിപ്പിച്ചു. യഥാർത്ഥത്തിൽ 1990 TN ശേഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി വരുമ്പോൾ അതിനുശേഷമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരത്തിലുള്ള വിശാലമായ അധികാരങ്ങളുണ്ടെന്നും ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്നും ഒക്കെ പൊതുജനങ്ങൾക്ക് തോന്നിയത്. പക്ഷേ അതും കഴിഞ്ഞ് അതിൻ്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് ഇപ്പോൾ മതവിദ്വേഷ പ്രസംഗം നടത്തുക, തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിക്കുക തുടങ്ങിയതൊക്കെ പതിവാകുമ്പോൾ ഇനിയും ഒരു നിയന്ത്രണത്തിൻ്റെ കാലം വരേണ്ടതുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൊണ്ട് അത് നടക്കുന്നില്ല. അങ്ങനെയാണ് സുപ്രീം കോടതി, രാജ്യത്തെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി ഇടപെടേണ്ടി വരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന് ചെയ്യാവുന്നതേ ഉള്ളൂ, പക്ഷേ സുപ്രീം കോടതി ഇടപെട്ട് ഇത് ചെയ്യിക്കുന്നു. ഏതായാലും രാജ്യത്ത്, ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യ പ്രക്രിയയിൽ ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അത് പല രീതിയിലുള്ള വഴിതിരിയലുകൾ നടക്കുന്ന സമയത്ത് കൃത്യമായി ജനങ്ങൾക്ക് വിശ്വാസ്യത ഉണ്ടാകുന്ന രീതിയിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത്തരത്തിലുള്ള ചില ഇടപെടലുകൾ ആവശ്യമാണ്. ആ ഇടപെടലുകൾക്ക് വിധേയമായി രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെ പ്രവർത്തിക്കേണ്ടതാണ്. ഏതായാലും സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഈ ഒരു ഇടപെടൽ ഉണ്ടായി, അതിനനുസരിച്ച് കമ്മീഷന്റെ ഭാഗത്തുനിന്നുള്ള പ്രവർത്തനവും ഉണ്ടായി. പക്ഷേ ഇനിയായാലും മുന്നോട്ട് കമ്മീഷൻ കുറെ കൂടി പ്രോആക്റ്റീവായിട്ട് കൃത്യമായ ചട്ടങ്ങൾ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും അതിനനുസരിച്ചുള്ള കർശനമായ നടപടികൾ എടുക്കുകയുമാണ് ചെയ്യേണ്ടത്. ഏതായാലും രണ്ട് കാര്യങ്ങളിലാണ്. അതിൽ മുസ്ലിം ലീഗിനെ വൈറസ് എന്ന് വിളിച്ച ആ പരാമർശത്തിന് മുകളിൽ ഏതായാലും ലീഗിന്റെ പ്രതികരണം കൂടി അതിനുശേഷം വന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികൾ കൊണ്ട് യോഗി ആദിത്യനാഥ് തിരുത്തുമെന്ന് തോന്നുന്നില്ല എന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഇത്തരത്തിൽ പ്രസംഗിക്കുന്നവർ ആരായാലും നടപടി വേണമെന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു. കമ്മീഷൻ എടുത്ത നടപടിയല്ലേ, അത് അവർക്ക് അത് മാതൃകയാക്കി അവർ മാറുകയാണ് വേണ്ടത്. കാര്യങ്ങൾ കർശനമായ നടപടി എടുക്കുക തന്നെ വേണം. ആരാണെങ്കിലും നടപടിയെടുക്കണം, ആരാണെങ്കിലും ഇതിൽ നടപടിയെടുക്കണം. അതാണ് ഞങ്ങൾ അഭിപ്രായം. അതുകൊണ്ട് അവർ തിരുത്തിയാൽ തർക്കമില്ല. 2 ദിവസം ഇറങ്ങാതിരിക്കുകയും അത് കഴിഞ്ഞ് പിന്നെയും തുടങ്ങുകയും ചെയ്താൽ വളരെ മോശമായിരിക്കും. അവരെ അങ്ങനെ വിശ്വസിക്കാൻ പറ്റും എന്ന് തോന്നുന്നില്ല. അവർ ഇത് കഴിഞ്ഞ് വീണ്ടും തുടങ്ങിക്കൂടായില്ലേ. അദ്ദേഹത്തിന്റെ വാക്കുകൾ കടമെടുത്തു കഴിഞ്ഞാൽ തിരുത്തിയാൽ തരക്കേടില്ല. പരാതി കൊടുത്തവർക്കും അത്രേ പറയാൻ കഴിയുന്നുള്ളൂ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ. പക്ഷേ അതുകൊണ്ട് മാത്രമേ നമുക്ക് പറയാൻ കഴിയില്ല.
BJP അല്ലെങ്കിൽ BJPയിലെ ചില നേതാക്കൾ സ്വീകരിക്കുന്ന ഒരു സമീപനം, അവർ ഇത്തരം കാര്യങ്ങൾ പറയുന്നതിന് ഒരു മടിയും കാണിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നമായിരിക്കാം PK കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകളിലൂടെ പുറത്തു വരുന്നത്. ഇപ്പോൾ അമിത്ഷാ BJPയുടെ ദേശീയ അധ്യക്ഷനാണ്. അദ്ദേഹം വയനാടിനെ കുറിച്ച് പറഞ്ഞത് എല്ലാവർക്കും, മലയാളികൾക്ക് ഒട്ടും അല്ലെങ്കിൽ ഒരു ഒത്തുപോകാൻ കഴിയുന്ന ഒരു കാര്യമല്ല അമിത്ഷാ പറഞ്ഞത്. ജാതി വ്യത്യാസമുണ്ടാകും, മതവ്യത്യാസമുണ്ടാകും, രാഷ്ട്രീയ വ്യത്യാസമുണ്ടാകും. പക്ഷേ ഒരു പ്രദേശത്തെ ആകെ അവിടെ പാകിസ്ഥാന്റെ കൊടിയുടേതിന് സമാനം എന്നും നമുക്ക് വേണമെങ്കിൽ പറയാം. മുസ്ലിം ലീഗിന്റെ കൊടി കണ്ടതിന്റെ പേരിൽ പാകിസ്ഥാനോട് ഉപമിക്കുന്ന രീതിയിലുള്ള രാഷ്ട്രീയ പ്രസ്താവനകളുള്ളത് ആർക്കും അംഗീകരിക്കാൻ കഴിയുന്നില്ല. അതിനെതിരെയും ഇപ്പോൾ പരാതി വന്നിട്ടുണ്ട്. ആ പരാതിയിന്മേൽ നടപടി ഉണ്ടാകാനിരിക്കുന്നു. എന്താണ് എന്ന് നമുക്കറിയില്ല. ഏതായാലും ഇത്തരത്തിലുള്ള നടപടികൾ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും, ഏത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായാലും കർശനമായി തടയേണ്ടതാണ്. അതിനു മുൻപേ തന്നെ ഇത് ഉണ്ടാകാതിരിക്കാനുള്ള ഉത്തരവാദിത്വം പ്രാഥമികമായി രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമാണ് കാണിക്കേണ്ടത്. ഈ വിഷയത്തിൽ അവസാനമായി ഒരു കാര്യം കൂടി. കഴിഞ്ഞ തവണത്തെ പ്രചാരണത്തിൽ അച്ഛേദിൻ, വികസനം, അഴിമതിരഹിതം, അങ്ങനെ വലിയ വലിയ മുദ്രാവാക്യങ്ങളുണ്ടായിരുന്നു. ഇത്രത്തോളം ആദ്യഘട്ടങ്ങളിലൊന്നും ഇത്രത്തോളം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയോ ഇത്രത്തോളം ഉണ്ടായിട്ടുണ്ട്, എന്നാലും ഇത്രത്തോളം ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് അതിഭയങ്കരമായ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇടപെടാൻ പറ്റുന്ന രീതിയിൽ, ഇടപെടേണ്ടുന്ന രീതിയിൽ പ്രചാരണങ്ങൾ മാറിക്കഴിയുന്ന ആ സാഹചര്യം അതിനെങ്ങനെയാണ്? ഗോപി, വികസനം എന്ന കാര്യത്തിൽ അത് ഇപ്പോൾ മാറി മാറി ഭരണം പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ സർക്കാരുകൾ വന്നു കഴിഞ്ഞാലും ഈ രാജ്യം ഒരു സാമ്പത്തിക ശക്തി എന്ന രീതിയിൽ മുന്നോട്ട് കുതിക്കുന്നതും ഒക്കെ ഒരു പ്രത്യേക ഒരു ഗതിയിൽ കാര്യങ്ങൾ സഞ്ചരിക്കുന്നുണ്ട്. പിന്നീട് ചില നയമാറ്റങ്ങളുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ശക്തമായ അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിൻ്റെയോ അല്ലെങ്കിൽ നയിക്കുന്ന ആളിൻ്റെ ഇച്ഛാശക്തിയുടെ അടിസ്ഥാനത്തിൽ കുറെ കൂടി മെച്ചമായ കാര്യങ്ങൾ രാജ്യത്തുണ്ടാകും എന്നുള്ളത് ശരിയാണ്. പക്ഷേ പലപ്പോഴും ഈ പുരോഗതിയെക്കുറിച്ചൊക്കെ പറയുമ്പോഴും, രാജ്യത്തിൻ്റെ സാമ്പത്തിക പുരോഗതി അല്ലെങ്കിൽ വിവിധ തുറകളിലുള്ള വികസനത്തെക്കുറിച്ചൊക്കെ പറയുമ്പോഴും അത് പലപ്പോഴും ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവച്ച് വോട്ടാക്കി മാറ്റുന്നതിന് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനം, പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും കഴിയാറില്ല. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അതിനേക്കാൾ അപ്പുറം ജനങ്ങളെ പെട്ടെന്ന് ബാധിക്കുന്നതല്ല, ജനങ്ങളെ പെട്ടെന്ന് ആകർഷിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ചില വികാരങ്ങളെ തൊട്ടുണർത്താൻ കഴിയുന്ന അല്ലെങ്കിൽ അതിലേക്ക് കൊണ്ടുവന്ന് അവരുടെ വോട്ട് നേടാൻ കഴിയുന്ന മറ്റു ചില പ്രശ്നങ്ങളിലേക്ക് പോവുക എന്നുള്ളത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ചെയ്യുന്നത് സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അത് ചിലപ്പോൾ ജാതി മത വർഗീയ ധ്രുവീകരണം നടത്തുന്നതാകാം, ചിലപ്പോൾ അഴിമതി ആരോപണങ്ങൾ കൊണ്ടുവരുന്നതാകാം. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് മാറിപ്പോകുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അല്ലെങ്കിൽ എത്രയോ തെരഞ്ഞെടുപ്പുകളായിട്ട് രാജ്യത്ത് കാണുന്ന ഒരു അവസ്ഥ. വികസനം എന്നുള്ളത് പറയുകയും അത് രണ്ടാമതാക്കി മാറ്റി നിർത്തുകയും അതിലേക്ക് അപ്പുറത്തേക്ക് ഇത്തരം ചില വൈകാരിക പ്രശ്നങ്ങളെ ഉണർത്തിക്കൊണ്ടുവന്ന് ജനങ്ങളുടെ വോട്ട് നേടാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കൂടുതൽ പ്രാമുഖ്യം നൽകാൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നൽകാൻ കാരണം. അത് നിരന്തരമായി പറയുകയും അതിൻ്റെ പേരിൽ വോട്ട് നേടാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ഇതുകൊണ്ട് തന്നെയാകണം. ഏതായാലും ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടലിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവചരിത്ര സിനിമയുടെ കാര്യത്തിൽ ചിത്രം കണ്ട ശേഷം തീരുമാനമെടുക്കാൻ സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശിച്ചു. സിനിമ തടയുന്നതിനെക്കുറിച്ചുള്ള കമ്മീഷന്റെ അഭിപ്രായം മുദ്രവെച്ച കവറിൽ കോടതിയിൽ സമർപ്പിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു. സിനിമയുടെ റിലീസ് തടഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്കെതിരെ സിനിമയുടെ നിർമ്മാതാക്കളാണ് കോടതിയെ സമീപിച്ചത്. അതായത് സിനിമ കണ്ടു നോക്കൂ, എന്നിട്ട് അതിൽ ചട്ടലംഘനം ഉണ്ടെങ്കിൽ തടയൂ എന്നാണ് സുപ്രീം കോടതിയും ആവശ്യപ്പെട്ടത്. ഈ വിഷയത്തിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങളിൽ വല്ല വ്യക്തതയും തോന്നുന്നുണ്ട്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തത് ശരിയായ കാര്യമാണോ എന്നുള്ളൊരു സംശയം സുപ്രീം കോടതി ഉന്നയിച്ചിരിക്കുകയാണ്. വെള്ളിയാഴ്ചയ്ക്കകം ഈ കാര്യത്തിൽ ഒരു അഭിപ്രായം, അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ടോ അല്ലെങ്കിൽ അവർ നിശ്ചയിക്കുന്ന ഒരു സമിതിയോ നോക്കി ഈ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം, ഇത് ഇങ്ങനെ തടയേണ്ടതാണോ എന്ന അഭിപ്രായം പറയണം എന്നുള്ളതാണ് സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സുപ്രീം കോടതി മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ സിനിമ, ഇപ്പോൾ വിവാദമായ സിനിമ പൂർണ്ണമായും കമ്മീഷൻ കണ്ടതായി സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഈ സിനിമ കണ്ട ശേഷം അഭിപ്രായം പറയൂ എന്നുള്ളതാണ് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളിൽ ഒരു വിവാദമാകുന്ന ഒരു പ്രശ്നം, രാജ്യത്ത് പ്രധാനമന്ത്രിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ജീവചരിത്രം എന്ന രീതിയിൽ തയ്യാറാക്കിയിരിക്കുന്ന സിനിമ, അത്തരത്തിലൊരു സിനിമയുടെ കാര്യത്തിൽ ഇങ്ങനെയൊരു നടപടിയെടുക്കുമ്പോൾ സുപ്രീം കോടതിയുടെ ഇടപെടൽ ഒഴിവാക്കാവുന്നതായിരുന്നു. അതല്ല എങ്കിൽ പൂർണ്ണമായും കണ്ട് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനം എടുത്തതാണ് എന്നെങ്കിലും ഇലക്ഷൻ കമ്മീഷന് കോടതിയിൽ പറയാൻ കഴിയേണ്ടതായിരുന്നു. തീർച്ചയായും തെരഞ്ഞെടുപ്പ് പ്രചാരണം പല രീതിയിൽ കോടതി കയറിയ ദിവസമാണെന്ന്. രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെ. റഫേൽ വിധിയുമായി ബന്ധപ്പെട്ട കാവൽക്കാരൻ കള്ളൻ തന്നെയെന്ന് സുപ്രീം കോടതി കണ്ടെത്തി എന്ന വിവാദ പരാമർശത്തിൽ
സുപ്രീം കോടതി രാഹുൽ ഗാന്ധിയോട് വിശദീകരണം തേടി 22 മുൻപ് മറുപടി നൽകണം. പ്രധാനമന്ത്രിക്കെതിരെ സുപ്രീം കോടതി പരാമർശമൊന്നും നടത്തിയിട്ടില്ല എന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. റഫേൽ കേസിൽ പുതിയ രേഖകൾ പരിശോധിക്കുമെന്ന സുപ്രീം കോടതി വിധി രാഹുൽ വളച്ചൊടിച്ചെന്ന പരാതിയുമായി BJPയാണ് കോടതിയെ സമീപിച്ചത്. അടുത്ത ചൊവ്വാഴ്ചയ്ക്ക് മുമ്പ് രാഹുൽ ഗാന്ധി വിശദീകരണം നൽകണം. രാഹുലിൻ്റെതായി മാധ്യമങ്ങളിൽ വന്ന പ്രസ്താവനയിലെ പരാമർശം കോടതി വിധിയെ ദുർവ്യാഖ്യാനം ചെയ്യലാണെന്ന് സുപ്രീം കോടതി വാക്കാൽ നിരീക്ഷിച്ചു. सुप्रीम कोर्ट की अवमानना करने की जरूरत की है. कोई भी व्यक्ति जो कोर्ट से जुड़ा हुआ है या इस देश के राजतंत्र से जुड़ा हुआ है वो ये हरकत करने की जरूरत नहीं कर सकता. कोर्ट के बारे में इस तरीके की भाषा का प्रयोग करना और अपनी इंडिविजुअल राजनीति के अंदर सुप्रीम कोर्ट की गरिमा को गिराने का काम कोई नहीं कर सकता. सोमवार तक जवाब मांगा है और मंगलवार के लिए सुनवाई रखी है. സുപ്രീം കോടതിയുടെ അന്നത്തെ വിധി പുനഃപരിശോധനാ ഹർജിയോടൊപ്പം പുതിയ രേഖകൾ കൂടി നോക്കും എന്ന വിധി തീർച്ചയായും പ്രതിപക്ഷത്തിന് ആവേശം നൽകുന്നതാണ്. മാത്രമല്ല ഇത്രയും കാലം ഉന്നയിച്ച രാഹുൽ ഗാന്ധിക്കും ആവേശം നൽകുന്നതാണ്. പക്ഷേ അമിതാവേശം കാണിച്ച് കുളമാക്കി തോന്നുന്നു. രാഹുൽ ഗാന്ധിയുടെ അന്ന് ഇപ്പോൾ ഈ കേസിന് ആധാരമായി രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം അദ്ദേഹത്തിന്റെ അമിതാവേശത്തിൽ നിന്നുണ്ടായതാണ്. അത് കഴിഞ്ഞ ആഴ്ച ക്ലിയർ കട്ടിൽ ഈ കാര്യം വ്യക്തമായി പറഞ്ഞിരുന്നതുമാണ്. കാരണം ഈ ഒരു പുനഃപരിശോധന അല്ലെങ്കിൽ റിവ്യൂ ഹർജിയിൽ പുതുതായിട്ട് വന്ന ചില രേഖകൾ കൂടി കേന്ദ്ര സർക്കാർ എതിർത്തുവെങ്കിലും അതുകൂടി പരിശോധിക്കാം, അല്ലെങ്കിൽ അതുകൂടി ഇതിൻ്റെ സാങ്കത്യം നോക്കാം എന്നുള്ളത് സുപ്രീം കോടതി പറഞ്ഞു. അതിൻ്റെ ആവേശത്തിലാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്, സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു ഈ രാജ്യത്തിൻ്റെ സുരക്ഷാ ചുമതലയേറ്റിരിക്കുന്ന ആൾ, അതായത് ചൗക്കിദാർ ചോർ ഹേ, അദ്ദേഹം കള്ളനാണ് എന്ന കാര്യം പറഞ്ഞു എന്നാണ് രാഹുൽ ഗാന്ധി ഒരു പൊതുയോഗത്തിൽ പറഞ്ഞത്, റാലിയിൽ പറഞ്ഞത്. യഥാർത്ഥത്തിൽ സുപ്രീം കോടതി അങ്ങനെ പറഞ്ഞിരുന്നില്ല. സുപ്രീം കോടതി ഇതിൻ്റെ സാങ്കേതികമായ ഒരു കാര്യം മാത്രമാണ് പറഞ്ഞത്. പക്ഷേ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് സുപ്രീം കോടതി അങ്ങനെ പറഞ്ഞു, സുരക്ഷാ സൈനികൻ, സുരക്ഷാ ഭടൻ കള്ളനാണ്, അല്ലെങ്കിൽ കാവൽക്കാരൻ കള്ളനാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞു. സുപ്രീം കോടതി അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. അതാണ് ഇന്ന് കോടതി വീണ്ടും വ്യക്തമാക്കിയത്. അങ്ങനെ പറയുന്നത് ദുർവ്യാഖ്യാനം ചെയ്യരുത് എന്നുള്ള കാര്യങ്ങളും പറഞ്ഞു. ഏതായാലും രാഹുൽ ഗാന്ധിക്ക് മറുപടി നൽകേണ്ടി വരും. മറുപടി നൽകിയതിനു ശേഷമായിരിക്കും കോടതിയുടെ ഭാഗത്തുനിന്ന് എന്ത് നടപടി എന്ന് അവർ തീരുമാനിക്കുകയുള്ളൂ. വോട്ടെടുപ്പിന് 7 നാൾ മാത്രം ബാക്കി നിൽക്കെ 2 ദിവസത്തെ പ്രചാരണത്തിനായി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി അല്പസമയത്തിനകം കേരളത്തിലെത്തും. നാളെ രാവിലെ പത്തനാപുരത്തും പത്തനംതിട്ടയിലും പൊതുയോഗങ്ങളിൽ പങ്കെടുക്കും. ഉച്ചയ്ക്ക് ശേഷം KM മാണിയുടെ പാലയിലെ വീട് സന്ദർശിക്കും. വൈകുന്നേരം ആലപ്പുഴയിലെത്തും. തിരുവനന്തപുരത്തും പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. രാത്രിയോടെ കണ്ണൂരിലെത്തുന്ന രാഹുൽ ഗാന്ധി ബുധനാഴ്ച പൂർണ്ണമായും വയനാട്ടിൽ പ്രചരണത്തിൽ പങ്കെടുക്കും. രാഹുൽ ഗാന്ധിയുടെ പ്രചരണത്തിനായി പ്രിയങ്ക ഗാന്ധിയും കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളും വയനാട്ടിലെത്തും. BDJസിനായി അമിത്ഷാ, സ്മൃതി ഇറാനി അടക്കമുള്ള നേതാക്കളും മണ്ഡലത്തിൽ എത്തുന്നതോടെ താരപ്രചരണത്തിനാണ് വയനാട് ഒരുങ്ങുന്നത്. രാഹുൽ വീണ്ടും വരികയാണ്. നേരത്തെ വന്നുപോയ സാഹചര്യമല്ല ഉള്ളത്. പ്രധാനമന്ത്രി ഇവിടെ വന്ന് പ്രസംഗിച്ചു പോയതിനു ശേഷം ശബരിമല ഒരു വലിയ പ്രചാരണ വിഷയമാവുന്നു. ശബരിമലയെപ്പറ്റി മിണ്ടണ്ട എന്ന് തീരുമാനിച്ച LDFനും അത് പറയേണ്ടി വരുന്നു, പ്രതിരോധിക്കേണ്ടി വരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ രാഹുൽ ഇവിടെ എത്തുമ്പോൾ ഇതിൽ വല്ലതും പറയാൻ സാധ്യതയുണ്ടോ? രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക നൽകാൻ വന്ന ആ സമയത്തുള്ള രാഷ്ട്രീയ സാഹചര്യമല്ല കേരളത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് ജയിക്കാൻ കഴിയുമായിരിക്കും, അല്ലെങ്കിൽ അവിടെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷൻ ഉണ്ടായിരിക്കും. പക്ഷേ കേരളത്തിൽ കോൺഗ്രസും UDFും കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിലാണോ? അതുപോലെ തന്നെ ശബരിമല പ്രശ്നം BJP ശക്തമായി ഉന്നയിക്കുമ്പോൾ കോൺഗ്രസിന്റെ ഈ കാര്യത്തിലുള്ള നിലപാട് എന്താണ്? ശബരിമല പ്രശ്നത്തിൽ നിലപാട് പറയുന്നതിനോ അഭിപ്രായം പറയുന്നതിനോ യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു തടസ്സവും ഉന്നയിച്ചിട്ടില്ല. ഈ ഒരു പ്രശ്നം ഉയർന്നു വരുമ്പോൾ മാത്രമല്ല, ഇന്നലെ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കുമ്മനം രാജശേഖരനെതിരെ അതിശക്തമായ രാഷ്ട്രീയ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ്, വർഗീയത പടർത്തുന്നു എന്ന പേരിൽ. അങ്ങനെ പറയുമ്പോൾ ശബരിമല പ്രശ്നം മുൻനിർത്തിയാണ് ഇതുണ്ടാകുന്നത്. അങ്ങനെയെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഈ കാര്യത്തിലുള്ള നിലപാട് എന്താണ്? ദേശീയ അധ്യക്ഷൻ എന്ന രീതിയിൽ എന്ത് പറയുന്നു? കോൺഗ്രസ് ഇതിനെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് സ്വാഭാവികമായും രാഹുൽ ഗാന്ധിയിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടാവും. തീർച്ചയായും രാജീവ് പറഞ്ഞ പോലെ വയനാട്ടിൽ കംഫർട്ടബിൾ മെജോറിറ്റി ഉണ്ടാവും. പക്ഷേ തിരുവനന്തപുരം ആവട്ടെ, പത്തനംതിട്ട ആവട്ടെ, പല മണ്ഡലങ്ങളാവട്ടെ, ഇവിടെ വരുന്ന NDA നേതാക്കൾ ഓരോരുത്തരും ശബരിമലയെ പറ്റി പറഞ്ഞു തന്നെയാണ് പോകുന്നത്. അപ്പോൾ രാഹുലിന് ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ അതെന്താണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് പറയേണ്ടി തന്നെ വരില്ലേ, അല്ലെങ്കിൽ ചോദിക്കില്ലേ? രാഹുൽ ഗാന്ധി ഈ കാര്യത്തെക്കുറിച്ച് ഒരു അഭിപ്രായ വ്യക്തത അല്ലെങ്കിൽ ആശയ വ്യക്തത വരുത്തേണ്ടതുണ്ട്. നേരത്തെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, രാഹുൽ ഗാന്ധിക്ക് ഇക്കാര്യത്തിൽ ഒരു വ്യത്യസ്തമായ അഭിപ്രായമുണ്ട് എന്നും KPCC സ്വീകരിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. അതായത് സ്ത്രീകൾക്ക് തുല്യത എന്നുള്ളത് എല്ലായിടത്തും നടപ്പാക്കേണ്ടതാണ് എന്ന് മാത്രമേ കോൺഗ്രസിനെ പോലെ ഒരു പാർട്ടിക്ക് ദേശീയ തലത്തിലും സ്വീകരിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ ഒരു നിലപാടേ സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. അത് തന്നെ ഇവിടെ പറഞ്ഞാൽ
അത് കേരളത്തിൽ കോൺഗ്രസ് എടുത്തിരിക്കുന്ന ശബരിമല പ്രശ്നത്തിൽ എടുത്തിരിക്കുന്ന നിലപാടിന് എതിരാകും. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി ഈ കാര്യത്തിൽ തന്ത്രപരമായ ഒരു മൗനം സ്വീകരിച്ചിരിക്കുന്നത്. ആ തന്ത്രം ഇനിയും വില പോകുമോ? പ്രത്യേകിച്ചും BJP വീണ്ടും സജീവമായി ഇത് ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ വില പോകുമോ? അതല്ല കേരളത്തിലെ നേതാക്കൾ മാത്രം അഭിപ്രായം പറഞ്ഞാൽ മതിയോ? രാഹുൽ ഗാന്ധി ഈ കാര്യത്തിൽ അഭിപ്രായം പറയേണ്ടതല്ലേ? രാഹുൽ ഗാന്ധി അഭിപ്രായം പറയാതിരുന്നാലും സ്വാഭാവികമായും ജനങ്ങളുടെ മനസ്സിലും അതുപോലെ തന്നെ എതിർ രാഷ്ട്രീയക്കാരും ഈ കാര്യം ഒരു പ്രശ്നമായി ഉന്നയിച്ചേക്കാം. സ്വാഭാവികമായും കേരളത്തിലെത്തിയ സുഷമ സ്വരാജും ഇന്ന് പറഞ്ഞത് കേരളത്തിൽ വന്നിട്ട് ശബരിമലയെക്കുറിച്ച് പരാമർശിക്കാതെ പോകാനാകില്ല എന്നാണ് പറഞ്ഞത്. അയ്യപ്പൻ്റെ പേര് പറയാൻ അനുവദിക്കാത്ത എന്ത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമാണ് ഉള്ളത്? ശബരിമലയിലെ മുഴുവൻ പ്രശ്നങ്ങൾക്കും BJPക്ക് വോട്ട് ചെയ്യുന്നതിലൂടെ പരിഹാരമാകുമെന്നും സുഷമ സ്വരാജ് കൊച്ചിയിൽ പറഞ്ഞു. केरला की फिल्म स्टार सुरेश गोपी अभी राज्यसभा के मेंबर हैं, चुनाव लड़ रहे हैं लोकसभा का. उन्होंने केवल पब्लिक मीटिंग में आयप्पा नाम ले दिया, इसके ऊपर उनको क्रिटिसाइज किया जाता है. तब इन्हें आयप्पा के नाम से भी डर लगता है. ये कैसा चुनाव है भाई, जहाँ जो डिवोटी गुरु का अपनी बेटी का नाम भी नहीं ले सकते, वो लॉर्ड आयप्पा भी नहीं कह सकते. कैसा चुनाव है मित्रों? ऐसी सरकारों को उखाड़ने का चुनाव एक मौका देता है, एक अवसर देता है. और उन्होंने तो गोलियां चलाई, जेलों में बंद किया. आपको तो कुछ नहीं करना, केवल एक कमल का बटन दबाना है, सबका सफाया हो जाएगा. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ പ്രസംഗത്തെക്കുറിച്ചാണ്. പക്ഷേ സുരേഷ് ഗോപി അദ്ദേഹം നൽകിയ വിശദീകരണത്തിൽ അയ്യപ്പ എന്ന് പറഞ്ഞിട്ടില്ല, അയ്യ എന്നാണ് വിളിച്ചത്, അയ്യ എന്നാൽ സഹോദരനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ സുഷമ സ്വരാജ് പറയുന്നത് അയ്യപ്പ എന്ന് വിളിച്ചാൽ എന്താണ് കുഴപ്പം? അയ്യപ്പ എന്ന് വെച്ചാൽ കേസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അയ്യപ്പനും ശബരിമലയും തന്നെയാണ്, വരുന്ന ഓരോരുത്തരും. അത് അയ്യപ്പൻ എന്ന് പറയുന്ന ഭഗവാനെ കുറിച്ചോ അതല്ല എങ്കിൽ ശബരിമല എന്ന ഈ ക്ഷേത്രത്തെക്കുറിച്ചോ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുക, അതല്ലെങ്കിൽ അതൊരു വിഷയമാക്കി തന്നെ കൊണ്ടുവരിക എന്നുള്ളത് BJP ഒരു എടുത്ത തീരുമാനമാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള തന്നെ പറഞ്ഞത് ആ കാര്യത്തിൽ ഞങ്ങൾ ഇനി അത് പറഞ്ഞു തന്നെ പോകും. അതൊരു വെല്ലുവിളി സ്വരത്തിലാണ് പറഞ്ഞത്. അത് കേന്ദ്ര നേതാക്കളായാലും സംസ്ഥാന നേതാക്കളായാലും എല്ലാവരും പറയുന്നു. അത് പറയുന്നതിനപ്പുറം ശബരിമലയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങൾ താമരയ്ക്ക് വോട്ട് ചെയ്യൂ എന്ന് പറയുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞതിന് നേരെ ഘടകവിരുദ്ധമായ നിലപാടാണ് BJP നേതാക്കൾ സ്വീകരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാവുകയാണ്. ഈ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇനി എന്ത് നടപടിയെടുക്കാൻ പോകുന്നു എന്നുള്ളതാണ് അറിയാനുള്ളത്. സ്വാഭാവികമായും ശബരിമലയിലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ നിങ്ങൾ താമരയ്ക്ക് വോട്ട് ചെയ്യുന്നതോടുകൂടി പരിഹരിക്കപ്പെടും എന്ന് കേന്ദ്രമന്ത്രി തന്നെ പറയുന്നു. ഏതായാലും വിധി വന്ന് 6 മാസവും അത്തരം ഒരു വാദം കേന്ദ്രത്തിൻ്റെ ഒരു മന്ത്രിയും ഒരു ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല, അത്തരം നടപടികളും ഉണ്ടായിട്ടില്ല. ഇതൊക്കെ പറയാനും പ്രതിരോധിക്കാനും എത്രമാത്രം കഴിയുന്നുണ്ട് ഭാഗങ്ങൾക്ക്? ഇപ്പോൾ CPM ഈ കാര്യത്തിൽ ഒരു വ്യക്തമായ നിലപാടെടുത്ത് ഇതിന് എതിർ അഭിപ്രായം അല്ലെങ്കിൽ എന്താണ് CPM നേരത്തെ സ്വീകരിച്ചിരുന്നത് അത് കുറെ കൂടി ശക്തമായി പറയാൻ CPM തയ്യാറാവുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് വർഗീയ പ്രചരണം നടത്തുന്നു എന്ന ആരോപണം പറയുന്നതിനപ്പുറം ഈ കാര്യത്തിൽ വ്യക്തമായ ഒരു നിലപാട് സ്വീകരിക്കാനോ അല്ലെങ്കിൽ ഇതിനു മുൻപ് സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ശബരിമല പ്രശ്നം പുറമേ ഒരു BJPയോട് എതിർത്ത് അല്ലെങ്കിൽ BJPക്ക് അനുകൂലമായി BJP എടുത്ത നിലപാടിനോട് അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന നിലപാട് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് അത്ര ശക്തമായി പറഞ്ഞു കേൾക്കുന്നില്ല. BJPയെ സംബന്ധിച്ചിടത്തോളം ഏതായാലും അവർ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു. അധികം വോട്ട് നേടുന്നതിനോ അല്ലെങ്കിൽ ചില മണ്ഡലങ്ങളിലെങ്കിലും വിജയിക്കുന്നതിനോ ശബരിമലയെ ശക്തമായി എടുത്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് നേതാക്കളിൽ നിന്ന് നിരന്തരമായി അത് പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന് പറഞ്ഞില്ല എങ്കിൽ പോലും കേരളത്തിന് പുറത്ത് ശബരിമല പ്രശ്നം പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ സുഷമ സ്വരാജ് പറയുന്നു, കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി പറയുന്നു, കുമ്മനം രാജശേഖരൻ ആയാലും ആരായാലും ഒരു ശബരിമല ഒരു സജീവ പ്രശ്നമാക്കി ഉയർത്തിക്കൊണ്ടുവരിക എന്ന് തന്നെയാണ് BJP എടുത്തിരിക്കുന്ന തന്ത്രം. ഒടുവിലായി ഏതായാലും കർണാടക കൂടി മറ്റന്നാൾ ബൂത്തിലേക്ക് പോവുകയാണ്. ഇന്ന് യെദ്യൂരപ്പയുടെ ഡയറിയുടെ ഒറിജിനൽ കൂടി അവർ പുറത്തുവിട്ടിട്ടുണ്ട്. സ്വാഭാവികമായും സംശയിക്കുന്നത് BJP പ്രതിരോധത്തിലാണോ അതോ കോൺഗ്രസ് ഓരോ ദിവസവും ഓരോ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അവർക്ക് അവിടെ ആശങ്കയുണ്ടോ? എന്താണ് ശരിക്കും കർണാടകയിലെ പരിസ്ഥിതി? കർണാടകയിൽ 28 സീറ്റിൽ വലിയ കടുത്ത മത്സരമാണ് നടക്കുന്നത്. BJPയുടെ കാര്യം പറയുകയാണെങ്കിൽ BJPക്ക് കഴിഞ്ഞ തവണ കിട്ടിയ നേട്ടം നിലനിർത്തണം, അല്ലെങ്കിൽ അതിനേക്കാൾ മെച്ചമായ ഒരു സാഹചര്യം ഉണ്ടാകണം. ഒരുപക്ഷെ ഉത്തരേന്ത്യയിലെ പലയിടത്തും സീറ്റുകൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറ്റിടങ്ങളിൽ അത് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലോ തെക്കേ ഇന്ത്യയിലോ ഒക്കെ അധികം സീറ്റുകളിലൂടെ അത് പരിഹരിക്കണമെന്നുള്ളതാണ് BJP എടുത്തിരിക്കുന്ന ഒരു തന്ത്രം. അതിൻ്റെ ഭാഗമായാണ് കർണാടകത്തിൽ ശക്തമായ മത്സരത്തിന് അവർ ഇപ്പോൾ തയ്യാറെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ റാലി വലിയൊരു വിജയമാണ് എന്നുള്ളത് കോൺഗ്രസും വിലയിരുത്തുന്നുണ്ട്. കോൺഗ്രസും JDSും ചേർന്നുള്ള സഖ്യം അവിടെ ഉണ്ടായിട്ടുണ്ട് എങ്കിലും പല മണ്ഡലങ്ങളിലും ഈ സഖ്യത്തിന് വേണ്ടത്ര ബലമില്ല എന്നുള്ളത് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളും JDSും ഒക്കെ തിരിച്ചറിയുന്നുണ്ട്. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം BJPയെ അകറ്റി നിർത്താൻ വേണ്ടിയിട്ടുണ്ടായ സർക്കാർ ഉണ്ടാക്കിയെങ്കിലും
ആ സർക്കാർ ഈ രണ്ട് കക്ഷികളും തമ്മിലുള്ള ബന്ധം അത്ര നല്ല രീതിയിലല്ല പോകുന്നത്. അതിൻ്റെ മറവിൽ BJP നേട്ടമുണ്ടാക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന പ്രശ്നം. അതുകൊണ്ട് BJP കോൺഗ്രസിനെതിരെയും കോൺഗ്രസ് BJPക്കെതിരെയും അതിശക്തമായ ആരോപണ പ്രത്യാരോപണങ്ങൾ ഇപ്പോൾ നിരന്തരമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായാണ് പുതിയതായി എന്ന രീതിയിൽ സ്വന്തം ദൗർബല്യങ്ങൾ കുറച്ച് മറച്ചുവെക്കാനും എന്നാൽ BJP ആക്രമിക്കാനും വേണ്ടിയാണ് ഇപ്പോൾ കോൺഗ്രസ് തന്നെ യെദ്യൂരപ്പയുടെ ഡയറിയുടെ, അതായത് പണം കൊടുത്തതായി ആരോപിക്കപ്പെടുന്ന ഡയറിയുടെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഏതായാലും ഇന്ന് കേട്ട വാർത്തകൾ, കണ്ട സംഭവങ്ങൾ അത് ക്ലിയർ കട്ടായി പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഇനി നാളെ കാണാം. നന്ദി.